പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാധനയുടെ നിമിഷങ്ങളാണല്ലോ. വിവേചനത്തിൻ്റെ വരം ദൈവം നമുക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ശരിയേത് തെറ്റേത് ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ അങ്ങയുടെ ആത്മീയ പ്രഭ തന്ന്, ജ്ഞാനത്തിൻ്റെ പ്രഭ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലരും ക്രിസ്തുവിനെ പുറത്ത് തിരഞ്ഞ് നടക്കുക. ക്രിസ്തുവിനെ അന്വേഷിച്ച് കാലങ്ങളോളം സഞ്ചരിക്കുക. എന്നാൽ ഒരിക്കൽ പോലും ഉള്ളിലുള്ള ക്രിസ്തുബോധം തിരിച്ചറിയുന്നുമില്ല. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആത്മീയ അപകടമാണ്. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തമായ ചിന്ത നമുക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഷാലോം ടെലിവിഷനിലൂടെ നിരവധി സ്ഥലങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ കൃപയുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉള്ളിലാണ് പുതിയ നിയമത്തിൻ്റെ നുവാൻസ്. നമ്മൾ കണ്ടെത്തേണ്ട രഹസ്യം ഉള്ളിലെ ദൈവസാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 26-27 വചനങ്ങൾ കണ്ടുകൊണ്ട് ചെറിയ ഈ ധ്യാനം ആരാധനയോടെ സമാപിപ്പിക്കാം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു രഹസ്യത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. യുഗങ്ങൾക്ക് മുൻപ്, തലമുറകൾക്ക് മുൻപ് ദൈവം കരളിൽ സൂക്ഷിച്ച ഒരു രഹസ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുന്ന രഹസ്യമല്ല, സീക്രട്ടാണ്. ആരോടും പറയരുതേ എന്ന് കൊണ്ട് നടക്കുന്ന ചില രഹസ്യങ്ങളുണ്ടല്ലോ, അത് സീക്രട്ടാണ്, നമ്മളെല്ലാവരോടും പറയുകയും ചെയ്യും. എന്നാൽ ബൈബിളിലെ രഹസ്യമെന്ന് പറയുന്നത് മിസ്റ്ററി. അത് പറയണം. അതെത്ര പറഞ്ഞാലും അതിൻ്റെ പൊരുളുകൾ പിന്നെയും അങ്ങനെ അതിൻ്റെ രഹസ്യാത്മകതകൾ സൂക്ഷിച്ച് കിടക്കും. ഒരുപാട് ആഴങ്ങളുള്ള, നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ സഹായകമാകുന്ന, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഈ മിസ്റ്ററികളാണ് ബൈബിളിലുള്ളത്. അതുകൊണ്ട് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ദൈവം യുഗങ്ങൾക്കും തലമുറകൾക്കും ആരംഭം മുതലേ മറച്ചു വച്ചിരുന്ന ഈ മിസ്റ്ററി ഇപ്പോൾ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാമോ ആ രഹസ്യം? അത് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു, ഈ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഉള്ളിലാണ്. ഇല്ല എങ്കിൽ പുറമെ നോക്കുമ്പോൾ ഇതൊരു അപ്പക്കഷണം. ഈ ക്രിസ്തു എൻ്റെ ഉള്ളിലാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഇൻ യു. ഇതാണ് പുതിയ നിയമത്തിൻ്റെ നുവാൻസ്. ഈ കാലഘട്ടത്തിൻ്റെ അപകടം, പുറത്തെ ദൈവത്തെ തെരഞ്ഞ് നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്തി ആ പള്ളിയിലാണോ അത്ഭുതം, ഈ പള്ളിയിലാണോ അത്ഭുതം, ഇന്ന ധ്യാനകേന്ദ്രത്തിലാണോ അത്ഭുതം, അടയാളം എന്നൊക്കെ തിരഞ്ഞ് നടക്കുന്ന ഈ കാലയളവിൽ ദൈവ പൈതലെ, ഈ വീട്ടിലിരുന്നു കൊണ്ട് ഈ സുവിശേഷം കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോട് തമ്പുരാന് പറയാനുള്ളത് ഇതാണ്: നിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ട്. കാതങ്ങൾ നീ സഞ്ചരിച്ചാലും കണ്ടെത്താത്ത സത്യമാണ് നിൻ്റെ ഉള്ളിൽ ഉള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 യോഹന്നാൻ ശ്ലീഹ ഈ പൊരുൾ അറിഞ്ഞിട്ട് പറയുകയാണ്, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇതാണ് സുവിശേഷം പഠിപ്പിക്കുന്ന മഹാരഹസ്യം. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീണു പോകുന്നത്? ഞാൻ പലപ്പോഴും അന്വേഷിച്ചു. വീണ്ടും ഒരേ പാപത്തിൽ വീഴുന്ന ആളുകൾ, സങ്കടം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഈശോയോട് ചോദിച്ചു, ഈശോയെ,
എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇതുങ്ങൾ ഈ പ്രലോഭനത്തിൽ വീണു പോകുന്നത്? ഉത്തരം ഇതാണ്. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ വീണ്ടും പാപത്തിൽ കടപുഴകി വീഴുന്നത്, വീണ്ടും പാപങ്ങൾ ആവർത്തിക്കുന്നത്, വീണ്ടും പ്രലോഭനത്തിൽ തട്ടി വീഴുന്നത്? കാരണം ഇതാണ്. 2 കൊറിന്തോസ് 13:5, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. എന്നിട്ട് ശ്ലീഹ ചോദിക്കുകയാണ്, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? യേശു ക്രിസ്തു, ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് ഇൻ യു, ഇത് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ കരുതി മദ്യപാനത്തിന് കാരണം മദ്യക്കുപ്പികളാണെന്ന്. പക്ഷേ ബൈബിൾ പറയുകയാണ് അതല്ല. വ്യഭിചാരികൾ പാപത്തിൽ വീഴാൻ കാര്യം ഇടറിപ്പോകാൻ കാരണമാകുന്ന ആളുകളാണെന്നാണ് കാര്യം. പക്ഷേ ഈ തെറ്റായ കാഴ്ചകളും ആളുകളും ഒന്നുമല്ല വ്യഭിചാരത്തിൻ്റെ കാരണം. ബൈബിൾ പറയുകയാണ്, യേശു ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട് എന്ന ബോധം പോയാൽ പാപത്തിൽ വീഴും, പ്രലോഭനത്തിൽ പരാജയപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദ പ്രസൻസ് ഓഫ് ഗാഡ് ഈസ് ഇൻ യു. അവനുള്ളിലാണ്. ഈ ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ബോധ്യം പരിശുദ്ധാത്മാവാണ് തരുന്നത്. അല്ല എങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കുമ്പസാരിക്കും, പിന്നെയും പാപം ചെയ്യും. അതുകൊണ്ട് ഈ അസാധാരണമായ ശക്തിയെക്കുറിച്ച് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അന്ന് വരെ മാത്രമേ പിശാചിനെ നമ്മളെ കീഴ്പ്പെടുത്താനാവൂ. ഈ ദൈവസാന്നിധ്യ ബോധം നമ്മുടെ ഉള്ളിൽ തട്ടിക്കിട്ടിയാൽ, ഒന്ന് കത്തിക്കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്തിൽ. ഒരിക്കൽ ഒരു പിതാവ് ഞങ്ങളോട് പറഞ്ഞൊരു കഥയാണ്. 2 പേരും നടക്കാൻ പോയി. ഒരു വലിയച്ഛനും ഒരു കൊച്ചച്ഛനും കൂടെ ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ അവരിങ്ങനെ ഒരു തെങ്ങും തോപ്പിലൂടെ പോവുകയാണ്. പോകുമ്പോൾ ഒരു തെങ്ങോലയിൽ വന്നൊരു കഴുകൻ കുഞ്ഞിരിക്കുന്നത് കണ്ടു, കഴുകൻ്റെ കുഞ്ഞ്. അപ്പോൾ ഉടനെ കാക്കകളെല്ലാം കൂടെ ഈ കഴുകൻ കുഞ്ഞിനെ ഞോണ്ട് കാണും. ഉടനെ ഈ കഴുകൻ കുഞ്ഞ് പറന്ന് മറ്റൊരു തെങ്ങോലയിൽ പോയിരിക്കും. ഉടനെ കാക്കകളെല്ലാം കൂടെ ഓട്ടോ പിടിച്ച് അവിടോട്ട് പോകും, അവിടെ ഇട്ട് ഞോണ്ടും. ഉടനെ അത് പറന്ന് മറ്റൊരിടത്തോട്ട് പോകും. ആകെപ്പാടെ ഒരു വല്ലാത്ത കഷ്ടപ്പാട്. ഈ കൊച്ചച്ഛന് സങ്കടം തോന്നിയിട്ട് ഒരു കല്ലെടുത്ത് പന്ന കാക്കകൾക്ക് അതിന് എറിഞ്ഞു ഓടിക്കാൻ നേരത്ത് വലിയച്ഛൻ പറഞ്ഞു, കൊച്ചച്ഛ കല്ല് താഴെയിട്. എന്ത് പറ്റി? അതെ, കഴുകൻ്റെ പ്രശ്നമാണിത്, കാക്കയുടെ പ്രശ്നമല്ല. അല്ല, കാക്കകളാണല്ലോ ഞോണ്ടുന്നത്. അതെ, കാക്കയുടെ പ്രശ്നമല്ല ഇത്, കഴുകൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കൊച്ചൻ ചോദിച്ചു, അതെന്ത് പറ്റി? അപ്പോൾ വലിയച്ഛൻ പറഞ്ഞു കൊടുത്തു, അതെ, ഈ കഴുകൻ കുഞ്ഞ് തെങ്ങോലയിൽ വന്നിരിക്കേണ്ട കഴുകനല്ല, ഇത് മേഘങ്ങളിൽ കൂടുകെട്ടേണ്ട കഴുകനല്ലേ. ആകാശവിധാനങ്ങളിൽ സഞ്ചരിക്കേണ്ട കഴുകൻ എന്തിനാ ഈ താഴെ വന്നേ? ഈ റേഞ്ച് താഴെ പോകുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നമ്മൾ വേറൊരു ജനുസാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ലോകത്തെ മുഴുവൻ ഒറ്റവാക്കിനാൽ സൃഷ്ടിച്ചവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാണ് ഈ കാലഘട്ടത്തിൽ നാം വിസ്മരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഈ പരാജയങ്ങൾക്ക് കാരണം. നാം തലയായി ജീവിക്കാനുള്ളവരാണ്, വാലായി എല്ലാവരുടെയും ആട്ടും തുപ്പുമേറ്റ് ജീവിക്കാനുള്ളവരല്ല. ഈ ലോക ജീവിതത്തിൽ നിൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും കമനീയം. നിൻ്റെ ഉള്ളിൽ ഒരു ദൈവം ഉണ്ട്. അതിനാൽ നമുക്ക് ഈ വെളിപാട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട്. 1 യോഹന്നാൻ 4:4, നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ തന്ന ഈ ജനം പിറുപിറുക്കുന്നു, വെള്ളമില്ല, ഭക്ഷണമില്ല. ഉടനെ ദൈവം പറഞ്ഞു, മോശെ നീ മാറി നിൽക്ക്, ഈ ജനത്തെ ഞാൻ കത്തിച്ചു കളയാൻ പോവുകയാണ്. ദൈവത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മോശ പറഞ്ഞു, പാടില്ല, പാവപ്പെട്ട ജനതയാ, അവർ പിറുപിറുത്തു എന്ന് കരുതി അവരോട് കോപിക്കരുത്. ഉടനെ ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ ജനത്തോടൊപ്പം വരുന്നില്ല. വാഗ്ദത്ത നാട്ടിലോട്ട് നീ ഇവരെയും കൊണ്ട് പോയാൽ മതി, വേണമെങ്കിൽ ഒരു മാലാഖയെ അയച്ചു തരാം,
ഒരു ദൂതൻ നിന്നോടൊപ്പം വരും. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായത്തിലാണ്. ഉടനെ മോശ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ദൈവമേ, നീ വരുന്നില്ലെങ്കിൽ, നീ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചോളാം. ഞങ്ങൾ പോകുന്നില്ല വാഗ്ദത്ത നാട്ടിലേക്ക്. ഞങ്ങൾ ഇവിടെ കിടന്ന് ചത്താലും ഞങ്ങൾ പോവില്ല. ദൂതനും മാലാഖയും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നീ വരാമോ? എന്നിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായത്തിൽ 15 വാക്യം പറയുന്നുണ്ട്, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ ഈ ഭൂമുഖത്തെ എല്ലാ ജനതകളെക്കാൾ ശ്രേഷ്ഠരായ ഒരു ജനതയായി ഞങ്ങൾ മാറും. എല്ലാ ജനതകൾക്കും ദൈവബോധമുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ദൈവ സാന്നിധ്യമുള്ള ഒരേ ഒരു ജനതയുള്ളൂ. അതാണ് നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാൻ നമ്മൾ പരിശീലിക്കണം. നമ്മൾ വ്യത്യസ്തരായി ജീവിക്കാനുള്ളതാണ്. ദൈവ സാന്നിധ്യ സ്മരണയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അവനെ കൂടെ കൊണ്ട് നടക്കാനൊരു കൃപ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ ആരാധനയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പുറത്തൊരു ദൈവത്തെ അന്വേഷിച്ച് കാല് തേഞ്ഞ് നടക്കാതെ, അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ, ഉള്ളിൻ്റെ ഉള്ളിലെ ഈ ശക്തിയെ നമുക്ക് കണ്ടെത്താൻ ഈ ആരാധന സഹായിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പാം. ഈശോയെ, അവിടുത്തെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിക്കാം. അങ്ങയുടെ കരുത്ത് ഉള്ളിൽ നേടാൻ, അങ്ങെൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യമുണ്ടാകുവാൻ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്ന തിരിച്ചറിവുണ്ടാകാൻ എന്നെ സഹായിക്കണമേ. ഈ രടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ചേർന്ന് പാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഈശോയെ, യേശു മാത്രം മതി, അങ്ങയുടെ സാന്നിധ്യം, യേശു മാത്രം മതി, അങ്ങയുടെ അഭിഷേകം, യേശു മാത്രം മതി എനിക്ക്. യെശയ്യായുടെ പുസ്തകം 9 അധ്യായം 6 തിരുവചനം. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. കർത്താവേ, അങ്ങയുടെ ആധിപത്യത്തിൻ്റെ കീഴിൽ, അങ്ങയുടെ വിസ്മയനീയമായ ഭരണത്തിൻ്റെ കീഴിൽ ഇതാ ഞാൻ എന്നെ തന്നെ തരുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കണമേ, വാഴണമേ, രാജാവായി വസിക്കണമേ. അവിടുന്ന് എൻ്റെ ഉള്ളിൽ വന്നാൽ ഈ ലോകത്തിലെ എല്ലാ ജനതകളെ നയിക്കുവാൻ, എല്ലാ ജനതകളെയും അങ്ങിലേക്ക് നയിക്കുവാൻ ഞാൻ പ്രാപ്തനാകും. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. എൻ രക്ഷകായൻ ദൈവമേ, നീ അല്ലാതില്ലാരും. എൻ രക്ഷകായൻ ദൈവമേ, നീ അല്ലാതില്ലാരും. യേശു മാത്രം മതി എനിക്കേതു നേരത്തും. സങ്കീർത്തനം 27:4 ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി
ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ദൈവമേ, ഒരു കാര്യം മാത്രമേ, അവിടുത്തെ മാധുര്യം ആസ്വദിക്കണം, അവിടുത്തെ അനുഭവിക്കണം, അവിടുത്തോട് ഒത്തു വസിക്കണം. ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവേ, അങ്ങയുടെ ശക്തി എന്നിൽ പ്രകടമാകുന്നില്ലെങ്കിൽ അതാണ് എൻ്റെ ദുഃഖ കാരണം. സങ്കീർത്തനം 77:10, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. ബൈബിളിൽ ദുഃഖത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. ദുഃഖത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ. ജോലിയില്ലാത്തതല്ല, പഠിക്കാൻ പറ്റാത്തതല്ല, വിദേശത്ത് പോകാൻ പറ്റാത്തതല്ല, വീടില്ലാത്തതല്ല, രോഗം വരുന്നതല്ല. ബൈബിൾ പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, പ്രകടമാകുന്നില്ല. അതാണ് എൻ്റെ ദുഃഖ കാരണം. അതുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളെ, വിഷാദങ്ങളെ മാറ്റുവാൻ ഈശോയെ എൻ്റെ ഉള്ളിൽ നീ വരണമേ. ഇരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും, ആര് വിട്ടുപോയാലും എൻ്റെ കർത്താവ് എൻ രക്ഷകൻ ദൈവമേ നീ അല്ലാതില്ലാരും, ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ അങ്ങേ സാന്നിധ്യം ഞാൻ അനുഭവിക്കേണ്ട. എൻ യേശു മാത്രം മതിയേതു നേരത്തും. യെശയ്യായുടെ പുസ്തകം 8-18 പറയും, ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. ഞാനും എനിക്ക് കർത്താവ് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളും അത്ഭുതങ്ങളും തിരഞ്ഞ് ഓടി നടക്കേണ്ടതില്ല. ഞാനും എൻ്റെ മക്കളും കർത്താവിൻ്റെ അത്ഭുതവും അടയാളവുമായി മാറും. കാരണം സൈന്യങ്ങളുടെ കർത്താവ്, സിയോനിൽ വസിക്കുന്ന ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എന്നോടൊപ്പം വസിക്കുന്നു. അതിനാൽ കർത്താവെ, അവിടുന്നാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നത്, അവിടുന്നാണ് എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നത്. എൻ്റെ ജീവിതത്തെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ടാണ് നിറയ്ക്കുന്നത്. കർത്താവെ, അവിടുത്തോട് ചേർന്നിരിക്കുന്നത് എത്ര ആനന്ദമാണ്. കരങ്ങളടിച്ച് നമുക്ക് പാടാം. അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. യെശയ്യായുടെ പുസ്തകം 60-1-2 ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും, എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. വാഗ്ദാനം ഏറ്റെടുക്കാം. കർത്താവ് നിന്റെ മേൽ ഉദിക്കും, അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകും. ദൈവത്തിൻ്റെ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രിയപ്പെട്ട ദൈവ പൈതലായി നീ മാറട്ടെ. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും
രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരുമെന്ന് അങ്ങയുടെ വാഗ്ദാനമുണ്ടല്ലോ. ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. കാരണം കർത്താവ് നിന്നിൽ ദൃശ്യമാകും, അവിടുത്തെ മഹത്വം നിന്നിൽ പ്രകടമാകും. വിശ്വാസത്തോടെ കരങ്ങളടിച്ചു പാടി പ്രാർത്ഥിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പോസ്തലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. സ്നേഹത്തോടെ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. പരിശുദ്ധനെ, ആരാധിക്കാം, മഹത്വത്തിന്റെ രാജാവേ, അങ്ങയുടെ തുളയ്ക്കപ്പെട്ട കരം എൻ്റെ ഹൃദയത്തിൽ വെക്കണമേ. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈ ആശീർവാദ സമയം എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ആനന്ദത്തോടെ തുള്ളിച്ചാടി അങ്ങേ ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. കർത്താവേ, അങ്ങയുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യം എന്നിൽ നിന്നെല്ലാ വിഷാദങ്ങളും നിരാശകളും എടുത്തു മാറ്റട്ടെ. പ്രത്യാശ എൻ്റെ കണ്ണുകളിൽ നിറയട്ടെ. മുഖത്ത് അങ്ങയുടെ തിരുമുഖ ശോഭ പകരണമേ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.